ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതുപുത്തൻ ചലഞ്ച് ആയിട്ടാണ്. ട്രഷർ ഹണ്ട് എന്നാണ് ഈ കളിയുടെ പേര്. കളിയിൽ ഏർപ്പെടുന്നത് അമ്മു ചേച്ചിയും പപ്പനുമാണ്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാം ഹിൻസും എഴുതി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റും സെറ്റാണ്. അത്രയ്ക്ക് വലിയ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം രണ്ടുപേരും എത്രത്തോളം ബുദ്ധി ഉണ്ടെന്ന് നോക്കാം. കടങ്കഥകളൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്ന ഹിൻസാണ്. അപ്പം തന്നെ നമുക്ക് ചലഞ്ചിലോട്ട് പോവാം. യെസ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാം വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇനി ഇതാണ് രണ്ട് ക്ലൂസ് വന്നിട്ടുള്ളത്. ഒന്ന് പപ്പനും ഒന്ന് അമ്മുവിനും വേണ്ടിയിട്ടാണ്. പിന്നെ ഇതെങ്ങനെ കളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ രണ്ട് ഹിൻഡ് രണ്ടുപേരുടെ കൊടുക്കും. പിന്നെ ഇതിൽ തുടർന്നുള്ള ഹിൻസ് ഉണ്ട്. ഇതിൽ പറയുന്ന ഹിൻഡുള്ള സ്ഥലത്ത് അടുത്ത ഹിൻഡിരിപ്പുണ്ടായിരിക്കും. അങ്ങനെയാണ് ഇവരിത് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ കണ്ടുപിടിച്ച് ലാസ്റ്റ് നമ്മുടെ ടെറസിൻ്റെ മണ്ടയ്ക്ക്, ഈ വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഗിഫ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അവരിൽ ആരാദ്യം കണ്ടുപിടിക്കുന്നത് നോക്കാം, അവർക്കാണ് അത്രയും ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവരെ നമ്മൾ ഈ റൂമിനകത്ത് പൂട്ടിയിട്ടിട്ടുണ്ട്. തുറക്കാം. ഞാൻ രണ്ട് ഹിൻഡ് ഇവർക്ക് കൊടുക്കാൻ പോവാണേ. ഏസി ഒക്കെ ഇട്ട് രണ്ടെണ്ണം സുഖിച്ചായിരുന്നു. അപ്പം വാ, നിങ്ങൾക്ക് ഗെയിം അറിയത്തില്ലെങ്കിൽ വൺസ് മോർ നമുക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് അറിയാവോ? രണ്ട് ഹിൻഡ്. ഈ ഹിൻഡ് വായിച്ചിട്ട് കിട്ടുന്ന ഉത്തരത്തിൽ നിങ്ങൾക്ക് അടുത്ത ഹിൻഡ് ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി എന്നാണോ? ലാപ്പൊന്നുമില്ല. അപ്പം എല്ലാരും കൊടുത്തു. പപ്പ വായിക്കാദ്യം. വാഹനപുരയിൽ തിരയുക. ഓക്കെ, പോയി തെരഞ്ഞു. ടാപ്പിനുള്ളിൽ ഈ വീടല്ലേ ഇത്? ഈ വീട്ടിലല്ലേ ഹിൻഡുള്ള? വെളിയില. പോട്ടെ, ഇങ്ങനത്തെ കുറച്ച് ഹിൻഡൊക്കെ കൊടുക്കണം. അതിന്റെ മനസ്സിലാവില്ല, രണ്ട് വീടും കൂടി ഇന്റർ കണക്റ്റഡ് അല്ലേ? കിട്ടിയോ? വരുന്നു. മൂന്ന് ചിറകുള്ള നാനഞ്ഞടി. അത് ടാപ്പിനുള്ളിൽ വെക്കാൻ നേരം വെച്ചതാ. ടാപ്പിനുള്ളിൽ വെച്ച കീറല്ലേ? കണ്ടുപിടിക്കുക. നീ വായിച്ചു കഴിഞ്ഞല്ലോ. കുതിര ചാടും, കുതിര വെള്ളം കണ്ട നിൽക്കും, കുതിര സംരക്ഷിക്കുന്ന. യെസ് ഗൈസ്, അങ്ങനെ ഫാനിന്റെ മേളിൽ നിന്ന് പപ്പൻ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നാക്കുണ്ട്, നാക്കിന്മേ പല്ലുണ്ട്. വായില്ല, നാക്കുണ്ട്, നാക്കിന്മേൽ പല്ലുണ്ട്. മുറ്റത്തെ ചെപ്പിന് അപ്പുറത്ത് അടുത്തത് എന്ത് ചെയ്യടാ? അമ്മ ഉറക്കത്തിൽ, മകൾ നൃത്തത്തിൽ. അത് ഈ അടുക്കളയിലെ സംബന്ധിച്ചൊരു സാധനമാണ്. വേണ്ട, നീ അത് വെച്ചേര്. മാമി ഫ്രൈ. ആരും തൊടാത്തൊരു ഇറച്ചി കഷ്ണം. ആരും തൊടാത്തൊരു ഇറച്ചി കഷ്ണം. അത് ഈ കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. ആരും തൊടാത്തൊരു സാധനം. ഭയങ്കര ബുദ്ധിയുള്ള പേഴ്സൺ ആണ്. അമ്മ ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. യു ക്യാൻ സെർച്ച്. എടാ, ഇനി എന്നടാ വീഡിയോ എടുക്കണേ? പോയി അവനെ വീഡിയോ എടുക്കാം. അത് അടുക്കളയിലാണ് ആ സാധനം. അതിന്റെ പരിസര സ്ഥലങ്ങളിൽ സെർച്ച് ചെയ്യാം. ഈ തിളക്ക സാധനത്തിലേക്ക് കീഴി കൊണ്ടുപോകുന്ന കാണുന്നില്ല ഗൈസ്, കാണിച്ചതാണ്. അതിനകത്തൊന്നും അല്ല. തൊടാത്തൊരു ഏരിയ കേട്ടത്. അവിടെ എന്തോ ഇരിക്കുന്നേ? അല്ല, അവിടെ എടാ, അടുക്കളയുടെ അടുത്താണെന്നാ ഉദ്ദേശിച്ചത്. മീൻസ് അത് തീക്കട്ടയാ. അതിനകത്ത് എന്തോ എഴുതിയേക്കുന്നതിന് എന്ത് എഴുതി? ഇതാ ഞാൻ വായിച്ചത്. ആരും നൂളാൻ നൂറ്റയിലൂടെ ആളൊരു ചിഹ്നൻ നൂണ്ട് കടക്കും. ആരും നൂളാൻ നൂറ്റയിലൂടെ ആളൊരു ചിഹ്നൻ നൂണ്ട് കടക്കും. ഗൈസ്, ഒരു പൊട്ടം കളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മുറ്റത്തെ ചെപ്പിനടപ്പില്ല, അതിൻ്റെ പരിസരബോധത്തെന്നാണേ. സത്യം പറഞ്ഞാൽ അത് വേണ്ട
കിണറിൻ്റെ അവിടെ ഉള്ള ആ ഒരു സ്വിച്ചിനകത്തുണ്ട്. പുള്ളിക്കാരത്തി അവിടെ മാത്രം ഒഴികെ ബാക്കി എല്ലായിടത്തും സെർച്ച് ചെയ്യുന്നുണ്ട്. ഒന്ന് കുഞ്ഞെ ഇതിന്റെ അടുത്താണ്. യെസ് ഗൈസ്, അങ്ങനെ പുള്ളിക്കാരത്തേക്ക് കിട്ടിയിട്ടുണ്ട്. അടി വായിര് ബാക്കി സാധനം കണ്ടു ഗൈസ്. ഇത് കടലിലുള്ളിൽ എടാ ഞാൻ തന്നെയാണേ വായിച്ചേ. കടലിലുള്ളോനിവൻ കുടിലിൽ എത്തുന്നവൻ ഏറിയാലും തെറി കുറഞ്ഞാലും തെറി. നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനമാണേ. അമ്മയല്ല. യെസ് ഗൈസ്, 2 പേർക്കും കിട്ടി. അവക്ക് അതിന്റെ ഉത്തരം കിട്ടി. പപ്പൻ ദേ മെഷീൻ്റെ അവിടെ നിന്ന് 7ാമത്തെ ഇത് കുറച്ച് ഇതാളുകളല്ല, ഇതളുകളായിരം. ഇതളുകളായിരം ഉണ്ടെന്നാലും പരിമളമില്ലൊരു തെല്ലും മധുഗണമില്ലെന്നാലും നിറയെ അറിവിന് അമൃത കണങ്ങൾ. ഷെൽഫി വായിച്ചു. മിക്സി ഇല്ല ഗൈസ്, ഉപ്പാണെന്ന് പറഞ്ഞു. ഉത്തരം ഉപ്പാണെന്ന് ഇവള് പറഞ്ഞിട്ടുണ്ട്. ആ ഉപ്പിന്റെ അടുത്ത് ഇതേണ്ടേ, ഇതാണ് ഉപ്പിന്റെ ഭരണി. അത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കണ്ടുപിടിക്കണം. പിന്നെ ഞാൻ ഇതിനകത്തല്ല, ഇതിന്റെ അടുത്ത്. ബെസ്റ്റ്. അരെ വാ, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എടാ ഒന്ന് കൈയടിച്ചു കൊടുത്തേടാ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. അവള് 2ാമത്തെ വട്ടമാണ് ഇത് പൊക്കുന്നത്. ഇതിന്റെ അടിയിലുണ്ട്. വേണ്ടേ, വെള്ളം ആയതുകൊണ്ട് പറ്റി പിടിച്ചിരുന്നതാണ്. വായിക്ക. എടാ ഷെൽഫിലെന്ന് പ്രത്യേക ഒരു പൂ തന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കാട് വെട്ടി ഓട് വെട്ടി വെള്ളം കിട്ടി. വെള്ള വെട്ടി വെള്ളം കിട്ടി. അതാണ് എന്താ വെറുതെ ഒരുത്തം പറയുന്നേ കേട്ട് അത് വിശ്വസിച്ചത് തിരയാൻ പോവാണ്. അതല്ല, ഞാനും പറഞ്ഞില്ലേ അതല്ലെന്ന്. ഇങ്ങനത്തെ സെൽഫാവാം. അറിവിന്റെ അമൃതഗണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ അത് അവിടെ പോയി തിരയൂ കുട്ടി. സെൽഫ് എന്ന് പറഞ്ഞാൽ ബുക്കൊക്കെ വെക്കുന്നൊരു സ്ഥലം. അവളെവിടെയും ഒക്കെ പോയിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് പറ്റത്തില്ല കേട്ടോ, കാണാൻ പറ്റത്തില്ല. കുറച്ച് റിസ്ക് ആണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഗായ്സ്, തീരെ വിവരമില്ലാത്തൊരു ജന്മം. യെസ് യെസ് യെസ്. സമ്പുഷ്ടമായ രുചികരമായ ഒരു ഫലം തരുന്ന ഒരു വൃക്ഷത്തിന്റെ അടിയിൽ. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫലമാണ്. പഴമല്ല. ഇതാണോ തെങ്ങ്? മൂട്ടി ചെന്ന് തേങ്ങ നോക്കുന്നവൾ ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്. എന്റെ ഭഗവാനെ, തെങ്ങിന്റെ മൂട്ടി പോകേണ്ട അടുക്കള കയറി പോകും. നിനക്ക് ഏത് ഇഷ്ടമാണോ അത് പപ്പന്റെ. വലിയ മരം ആകെ ഒരെണ്ണേ ഉള്ളോ? ഇവിടെ 4 എണ്ണം ഉണ്ട് ടോട്ടൽ. അല്ല 5 എണ്ണം ഉണ്ട് ടോട്ടൽ. പക്ഷെ അപ്പുറത്തെ കൂടെ കൂട്ടി 5 പറഞ്ഞ്. എടി ഒരു തെങ്ങ് ഇവിടെ എത്ര തെങ്ങുണ്ടോ? 1 2 3 4. അപ്പുറത്തുണ്ടോ? അപ്പുറത്തില്ല. 2 പക്ഷി ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ മൂട്ടിലില്ല. ഇല്ല. അവിടെ പാമ്പൊന്നുമില്ല. ഞാൻ വെച്ചിട്ട് വന്നു. ഗൈസ്, ഇറ്റ്സോ കുറച്ച് കഷ്ടപ്പാടാണ്. അവിടെ കല്ലിന്റെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഗൈസ്, തേണ്ട ഇതാണ് ഇവള് കണ്ടുപിടിച്ച ഇത്. ഇതിന്റെ മൂട്ടിൽ എവിടെയോ ഉണ്ട്. യെസ് ഗൈസ്, കിട്ടി. അത് അപ്പുറത്തെ വീട്ടിലാണേ. പപ്പൻ വായില്. എത്രാമത്തെ ക്ലൂവാ? ഒരാളെ ഏറ്റാൻ 4. അപ്പൊ പോയി പൊക്കട്ടെ. പരിസരം നിറയുക. അപ്പുറത്തെ വീട്ടില് 4 കാല് കട്ടില്. കുഴപ്പമുണ്ട്. ഉള്ള കട്ടിൽ തന്നെയാണ് ഗൈസ്. എനിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രാമത്തെ അടി? കുളം വറ്റി വെറ്റി. കൊക്കിരിക്കും കുളം വറ്റി വെറ്റി. ദാറ്റ് മീൻസ് ഒരു നല്ലതാ. അടി മോനെ. എടി അതൊരു എന്താണ് ഡിവോഷണൽ ഐറ്റമാ പപ്പൻ്റെ. എടി അതൊരു ഡിവോഷണൽ ഐറ്റമാ. വീടിൻ്റെ അകത്താ.
ആ ഈ വീടിൻ്റെ അകത്ത് ക്ലിയർ ആവുന്നില്ല ഗൈസ്. വീടിൻ്റെ അകത്താന്ന് പറയുമ്പോൾ വീടിൻ്റെ പുറത്ത് പോയി തിരയുന്ന ഒരുത്തി ഗൈസ്. പപ്പൻ ആ എവിടാണെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ പരിസര ഭാഗങ്ങൾ തിരയുന്ന പറഞ്ഞു. ഇത് ശല്യം ഉണ്ടാക്കുന്ന അടിവല്ലോ? അല്ലല്ല മുനി കിട്ടി ഗൈസ്. നോക്കിയാൽ കാണാൻ കാണുന്നതൊക്കെ പിടിക്കാം. ചുറ്റുപാട് നോക്കിയാൽ കാണാൻ കാണുന്നതൊക്കെ പിടിക്കാം. ദാറ്റ് മീൻസ് ഒരു ക്യാമറയാണ്. ഇനി എന്ത് ക്യാമറയാണ്, എങ്ങനത്തെ ക്യാമറയാണെന്നൊന്നും ചോദിക്കല്ലേ. ഈ ക്യാമറ അല്ല ഇരുന്നു ഗൈസ്. ആ ചെടിച്ചട്ടിയുടെ അടിയിൽ ക്യാമറയുടെ പരിസര ഭാഗത്ത് തിരയണം. ആ കിട്ടി ഗൈസ്. അവർക്ക് നീളം ഉള്ളതുകൊണ്ട് സെറ്റായിരുന്നു. ആ അമ്മയ്ക്ക് കുട്ടി ഇങ്ങതാ ഞാൻ വായിക്കാം. പെട്ടി പോലുള്ള അമ്മയ്ക്ക് കുറ്റി പോലുള്ള മക്കൾ. ആ ഇതിന്റെയൊക്കെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. നാട്ടിലെ മണ്ടയ്ക്കോ അല്ല അടിയിലോ അല്ല, പരിസര ഭാഗത്ത്. ആ ബെഡ്റൂം. കുറ്റി പോലുള്ള മക്കൾ. മക്കൾ മീൻസ് കൊറേ പിള്ളേര് കാണും, കൊറേ കുട്ടികൾ. മാമി ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇട്ടുകൊണ്ട് പോവാ. അതും ഒരു ഡിവോഷണൽ ഐറ്റമാണ്. ലൈക്ക് ഈ ദൈവത്തിന്റെ കൂട്ട അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും ഗൈസ് അവള്. ഗൈസ് ഈ കണ്ണ് കാണുന്നില്ല. 9ാമത്തേത് എത്തിയിട്ട് അവന് മറ്റേ 10th ക്ലൂ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇവിടെ എങ്ങും ഇല്ല ഗൈസ്. പുള്ളിക്കാരത്തെ എങ്ങനെയോ അവിടെ എത്തിയിട്ടുണ്ട്, പക്ഷെ കണ്ടുപിടിക്കും. ഒരു പെട്ടി ആടി എന്തോ എന്ത് പറഞ്ഞവള്. ആ കൊള്ളാം, കേട്ടില്ല. ഉത്തരം പറഞ്ഞിട്ട് അത് തുറന്നു നോക്കാതിരിക്കുന്ന പൊട്ടി. എത്രാമത്തെയാന്ന് വാങ്ങിക്കണേ? ഇനി എത്രാമത്തെ നിനക്ക്? ആ ആ വീടിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് 10. ഗായ്സ് അവള് 10 എത്തി. പപ്പൻ 9 കിടക്കുന്നേ. പെട്ടെന്നാവട്ടെ. കാണുന്ന സ്ഥലത്താണ് അല്ല, അതിന്റെ അടുത്തൊക്കെ തന്നെ ഉണ്ട്. കിട്ടി ഗൈസ്. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലി വീടിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഗൈസ് തൂക്കി ഗൈസ്. ഗൈസ് അങ്ങനെ 2 പേരും മേളിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിന്റെ ഏറ്റവും വലിയ ടെറസ്. ഇറങ്ങടാ ഇവിടെ ഗൈസ്. കണ്ടോ അഭിനന്ദ്? ഇറങ്ങിക്കേ അഭിനന്ദേ. ആര് ജയിക്കുമെന്ന് അറിയത്തില്ല. ആരുടെയും കാലി ചെരുപ്പില്ല. ആ ഇതാ നിനക്ക് കിട്ടുന്ന ഇനി ഗിഫ്റ്റാ കിട്ടുന്നത്. ഗൈസ് അഭിനന്ദനെ കണ്ടു. സമ്മാനം ആ അല്ല. Congratulations guys, you won in the game. Zip up lace. Yes, അതെ ഗൈസ്. ഗൈസ് അങ്ങനെ പപ്പൻ ജയിച്ചിട്ടുണ്ട്. ഹി ഈസ് ദ വിന്നർ. പക്ഷെ ഞങ്ങൾ എല്ലാവരും ഓരോ സിപ്പപ്പ് വെച്ചെടുത്തു. ഞങ്ങൾക്ക് കണ്ടു നിൽക്കാനാവുന്നില്ല ഗൈസ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വിജയത്തിലൂടെ നേടിയ സാധനം കഴിക്കുകയാണ് ഗൈസ്. ഞങ്ങളെല്ലാവരും അവൻ്റെ വിജയം ആഘോഷിക്കുകയാണ്. കണ്ടില്ലേ? യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ ചലഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ചെറുതായിട്ട് ഒരു ഇതിൻ്റെ ക്ലൂവിൻ്റെ വ്യത്യാസത്തിൽ തോറ്റ് തുന്നം പാടിയിരിക്കുകയാണ്. എന്നെ ഇൻസൾട്ട് ചെയ്ത സംഭവം കോളനി കമ്മിറ്റിയിൽ ഞാൻ വെക്കാൻ പോവാ. ആണ് ഗൈസ്. 9 വരെ പപ്പൻ ഭയങ്കര സ്പീഡിൽ കണ്ടുപിടിച്ചു. അമ്മ ഭയങ്കര ലേറ്റ് ആയിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് പപ്പൻ ഇവള് 9 കണ്ടുപിടിച്ച് ഇവള് മേളിൽ വന്നു കഴിഞ്ഞിട്ടാണ് പപ്പ സത്യം പറഞ്ഞാൽ 9ാമത്തെ ലാസ്റ്റ് ക്ലൂ 10th ക്ലൂ കണ്ടുപിടിക്കുന്നത്. അതിന് മുന്നേ ഇവള് കണ്ടുപിടിച്ച് മേളിൽ വന്നു. പക്ഷെ ഇവള് മേളിലോട്ടൊരു വഴി ഉണ്ടെന്ന് ഫസ്റ്റ് അറിഞ്ഞില്ല. ഇവനോട് വന്ന് മേളിൽ ചെന്നിട്ടാണ് ഇവള് അവിടെ ഉണ്ട്, അങ്ങനെ ഒരു വഴി ഉണ്ട്, അവിടെ ചെല്ലുന്നുണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ അവൾ അവിടെ തെരഞ്ഞു, പക്ഷെ ഒക്കെ കിട്ടിയില്ല. കണ്ടില്ല. പപ്പനും അങ്ങനെ ആയിരുന്നു. ഉള്ളി വരെ കേറി എന്നിട്ടും തിരിച്ചിറങ്ങി. പിന്നെ അഭിനന്ദ് കണ്ണ് കാണിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടാണ് അവനെന്താണ്ട് എടാ അത് നോർമലി വന്നു. അവൻ അതിൻ്റെ അകത്ത് കയറി മൊത്തം സെർച്ച് ചെയ്തിട്ടാണ് ഇറങ്ങിയേ. പക്ഷേ കണ്ടില്ല. ഒരു ക്ലൂ കിട്ടും, അപ്പൊ അവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. ഞാനും ഇങ്ങനെ പാതി കണ്ടു. അങ്ങനെ എന്തായാലും ഗൈസ് നമ്മുടെ ചലഞ്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പപ്പനാണ് വിന്നർ.
അപ്പോൾ എന്തായാലും അടുത്തൊരു ചലഞ്ചായി കാണുമെങ്കിൽ ടാറ്റ ബൈ, സീ യു ആൻഡ് ലവ് യു.